എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരിക, നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർമ്മകൾ വരിക, ഇങ്ങനെ ഓരോ ചിന്തകൾ കൊണ്ട് നിറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാതെ വരിക, മനസ്സങ്ങ് ശാന്തമാകുന്നില്ല, എപ്പോഴും ടെൻഷൻ, എന്തിനൊക്കെയോ പറ്റിയുള്ള ആകുലതകൾ, അങ്ങനെയുള്ള ഫീലിംഗ് ഉണ്ടാവാറുണ്ടോ? എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളതുപോലെ, ഒരു ശാന്തി കിട്ടാത്തൊരവസ്ഥ, മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ്, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രധാനമായും നമുക്ക് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ, നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ, ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ആക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ട് നിങ്ങൾ അതിനെ പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവില്ല. നിങ്ങളത് നന്നായി ചെയ്തോ, നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തോ, അതൊന്നും ബ്രെയിനിന് ബാധിക്കുന്ന കാര്യമില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കിയോ ഇല്ലയോ എന്നുള്ളത് എപ്പോഴും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ വീട്ടിലാണെങ്കിൽ ആദ്യം അടിച്ചു വാരാനായിട്ട് നിങ്ങൾ ചൂലെടുക്കുന്നു. അത് കഴിഞ്ഞ് അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഓർമ്മ ഒന്ന് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് പോയി, പിന്നെ അവിടെ പോയപ്പോൾ നിങ്ങൾ അഡാപ്റ്റർ കണ്ടിട്ടുണ്ടായിരിക്കില്ല, അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും നിങ്ങൾ വേറെ ആരോ വിളിച്ചു, അപ്പോൾ അങ്ങോട്ട് പോയി. അല്ലെങ്കിൽ അപ്പോഴേക്കും അടുക്കളയിൽ കുക്കർ വിസിലടിച്ചു, പിന്നെ അത് ഓഫാക്കാനായി പോയി. ഇങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തുടങ്ങിയ കാര്യം പൂർത്തിയാക്കിയിട്ടില്ല, ഇവിടെ അടിച്ചു വാരിയിട്ടില്ല, ഫോൺ ചാർജിൽ വെച്ചിട്ടില്ല, അങ്ങനെ ഒരു കാര്യം പൂർത്തിയാക്കാതെ നമ്മൾ വേറെ കാര്യങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ ചെയ്യാത്ത കാര്യങ്ങൾ, ഈ പകുതിയാക്കിയ കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടാതെ വരുമ്പോൾ അവസാനം നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഫോണിൽ നമ്മൾ ഒരുപാട് ആപ്പുകൾ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്, നമ്മളത് ഉപയോഗിക്കുന്നില്ല, പക്ഷെ അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണ് ഹാങ് ആയി പോവില്ലേ, അതിൻ്റെ പ്രവർത്തനം പതുക്കെയാവില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തുടങ്ങി വെക്കുന്നു, അതിനെപ്പറ്റി ഒരുപാട് ചിന്തിക്കുന്നു, പക്ഷെ നമുക്കതൊന്നും പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, അത് പകുതിക്ക് വെച്ച് വേറെ കാര്യങ്ങൾക്കായി പോകുന്നു. അങ്ങനെ തുടർന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ശാന്തമായിട്ട് ഉറങ്ങാനോ നമ്മുടെ മനസ്സിനൊരു ശാന്തി കിട്ടാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഫിനിഷ് ആക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ മൈൻഡിന് എപ്പോഴും ഒരു ക്ലോഷർ ആവശ്യമാണ്. എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ചിലപ്പോൾ നിങ്ങൾ വഴക്കിട്ടിട്ടുണ്ടാവും ആരെങ്കിലുമായിട്ട്, പിന്നെ അത് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് സോൾവ് ആക്കണമെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഈഗോ കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നിങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കില്ല. അത് എത്ര നാൾ പോകുന്നോ അത്രയും നാൾ നമുക്ക് ആ ബന്ധത്തിലൊരു ക്ലോഷർ കിട്ടാത്തത് കൊണ്ട് അത് നമ്മുടെ ഉപബോധ മനസ്സിലിങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ, ആരോടെങ്കിലുമൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ഉള്ള ഇഷ്ടങ്ങൾ തുറന്നു പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇങ്ങനെയുള്ള ഡേ ടു ഡേ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെയൊക്കെ ഓപ്പൺ ലൂപ്സ് എന്നാണ് പറയുക. നമ്മുടെ ഓർമ്മയിൽ അതുണ്ടായിരിക്കും, അയ്യോ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരെ തിരിച്ച് വിളിക്കണം, അവരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, റിപ്ലൈ കൊടുക്കണം എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അതിന് സമയം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് മാറി മാറി പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ ഓപ്പൺ ലൂപ്സ് എന്നാണ് പറയുക. അങ്ങനെ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ ഓപ്പൺ ലൂപ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നിടത്തോളം, ഇങ്ങനെ അൺഫിനിഷ്ഡ് ടാസ്ക്സ് ഉള്ളിടത്തോളം കാലം നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കില്ല. എപ്പോഴും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഇതിങ്ങനെ വർക്കായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഓപ്പൺ ലൂപ്പുകൾ നിങ്ങൾ പതിയെ പതിയെ നിങ്ങളുടെ അറ്റൻഷനെ, നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡിനെ, നിങ്ങളുടെ ഫോക്കസിനെ, നിങ്ങളുടെ മെമ്മറി പവറിനെ ഒക്കെ ഇങ്ങനെ ബാധിക്കും. അങ്ങനെ ടോട്ടലി നിങ്ങളുടെ ലൈഫിനെ ഇത് അഫക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാരണമില്ലാതെ ടെൻഷൻ വരാൻ തുടങ്ങും, ആങ്സൈറ്റി വരാൻ തുടങ്ങും, നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല ശാന്തമായിട്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഇത് മാറും. നിങ്ങളുടെ മെൻ്റൽ സ്പേസിൻ്റെ വലിയൊരു ഭാഗം ഈ ഓപ്പൺ ലൂപ്സ് ഒക്കുപ്പൈ ചെയ്ത് വയ്ക്കും. അപ്പം നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ ഓർക്കാനോ അതിനെപ്പറ്റി ചിന്തിക്കാനൊന്നും സമയം കിട്ടില്ല. നിങ്ങൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കാത്തിടത്തോളം അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സൈഡിൽ ഉണ്ടായിരിക്കും എപ്പോഴും. എത്ര ഓപ്പൺ ലൂപ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടോ അത്രയും നിങ്ങൾ മെൻ്റലി എക്സോസ്റ്റഡ് ആയിട്ട് മാറും, അത്രയും ടയേർഡ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, അത്രയും നിങ്ങളുടെ മെമ്മറി പവർ കുറയും, നിങ്ങളുടെ ശാന്തി, പീസ് ഓഫ് മൈൻഡ് ഇല്ലാതാവും. ഇടയ്ക്ക് നമ്മളിങ്ങനെ എടുത്തു നോക്കും നമ്മുടെ ലിസ്റ്റ് ഓഫ് അൺഫിനിഷ്ഡ് ടാസ്ക്സ്, നമ്മൾ കംപ്ലീറ്റ് ആക്കാത്ത, നമ്മൾ ചിന്തിച്ച് വെച്ചിട്ടുള്ള, ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് തുടങ്ങി വെച്ചിട്ടുള്ള എന്നാൽ കംപ്ലീറ്റ് ആക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ ലിസ്റ്റൊക്കെ നമ്മളിങ്ങനെ എടുത്ത് നോക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ടെൻഷനിൽ ചാടി കയറി നമ്മളെല്ലാം ഒറ്റയടിക്ക് അങ്ങ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എന്താണ്ടാവുക, നമ്മൾ കൂടുതൽ ഡ്രെയിൻ ആവും, ഒന്നും നമുക്ക് പൂർത്തിയാക്കാനും കഴിയില്ല, നമ്മൾ കൂടുതൽ അൺഫിനിഷ്ഡ് ടാസ്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കും. അപ്പോൾ ഇതിനാകെ ഒരു വഴിയേ ഉള്ളൂ, നിങ്ങളുടെ മനസ്സിന് ശാന്തി കിട്ടണമെങ്കിൽ ഫിനിഷ് വാട്ട് യു സ്റ്റാർട്ട്.